യുദ്ധം അവസാനിപ്പിക്കൂ. ഇനി രക്തച്ചൊരിച്ചിൽ വേണ്ട. ഞങ്ങളുടെ സഹോദരങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിക്കൂ. അതെ, യുദ്ധത്തിൻ്റെ ഇരകളായ ഒരു പറ്റം മനുഷ്യരുടെ വാക്കുകളാണിത്. അവർ മടുത്തിരിക്കുന്നു. ഗാസയിലേക്ക് വീണ്ടും ആക്രമണം തുടരാനുള്ള ഇസ്രായേലിയൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കനത്ത പ്രതിഷേധമായിരുന്നു ടെൽ അവീവിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ തലവനെ പുറത്താക്കി ഗാസയിൽ പോരാട്ടം പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. നേരത്തെ തന്നെ വെടിനിർത്തൽ കരാറിൽ തീരുമാനം പ്രഖ്യാപിച്ച് സമാധാനം പുനഃസ്ഥാപിച്ചുവെന്ന് കരുതിയെങ്കിലും രണ്ടാം ഘട്ട ചർച്ചകൾ തുടരുന്നത് കൊണ്ട് തന്നെ യുദ്ധം പാടില്ല എന്ന് തീരുമാനിച്ചെങ്കിലും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കില്ല എന്ന് വ്യക്തമാക്കിയതാണ് നെതന്യാഹുവിനെ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിരുന്നത്. ഇതോടെയാണ് ഇസ്രായേൽ ഗാസയിലേക്ക് ഷെല്ലാക്രമണം നടത്തുന്നത്. സമാധാനം പുലരുമെന്ന് കരുതിയെങ്കിലും കരാർ ലംഘിച്ച നെതന്യാഹു സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പ്രതിഷേധിച്ച് ഇസ്രായേലിലെ ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ടം ചേർന്നത്. നെതന്യാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് ഇസ്രായേലിലും എതിരഭിപ്രായങ്ങളുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. 2021 മുതൽ ഷിൻ ബെറ്റിനെ നയിക്കുന്ന റോൺ ബാറിനെ തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഏപ്രിൽ 10 മുതൽ അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത് കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ജനരോഷം തനിക്കെതിരെ തിരിഞ്ഞെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമില്ലെന്നാണ് നെതന്യാഹുവിൻ്റെ നിലപാട്. കൂടാതെ യുദ്ധസമയത്ത് ബന്ദികളായി കഴിയുന്ന ഇസ്രായേലിയൻ പൗരന്മാരെ തിരികെ കൊണ്ടുവരാൻ അധികാരികൾ നടപടി സ്വീകരിക്കണം. ഞങ്ങൾക്ക് യുദ്ധമല്ല ആവശ്യമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വിവാദങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് താൻ ഇതിനൊന്നും മറുപടി പറയില്ലെന്നുമായിരുന്നു നെതന്യാഹു ഇതിനെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. ടെൽ അവീവിലെ ഹബീമ സ്ക്വയറിൽ നീലയും വെള്ളയും നിറത്തിലുള്ള ഇസ്രായേലിയൻ പതാകകൾ വീശി പ്രതിഷേധക്കാർ തടിച്ചുകൂടിയിരുന്നു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ശേഷിക്കുന്ന ഇസ്രായേലിയൻ തടവുകാരെ മോചിപ്പിക്കുന്ന കരാറാണ് സർക്കാരിനോട് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്നാൽ റോൺ ബാറിനെ പുറത്താക്കുന്ന തീരുമാനം ജനാധിപത്യത്തിന് നിരക്കാത്ത ഒന്നാണെന്നാണ് പരക്കെ വിമർശനം വരുന്നത്. അതേസമയം പുറത്താക്കൽ നടപടി ഏപ്രിൽ 8 വരെ നിർത്തിവെക്കാൻ ഇസ്രായേൽ ഹൈക്കോടതി ഉത്തരവിട്ടു. ഏപ്രിൽ 10 പിരിച്ചുവിടൽ തീയതി നിശ്ചയിച്ചിരുന്നത്. അതേസമയം ഒരു പുതിയ വ്യക്തിയെ നിയമിച്ചു കഴിഞ്ഞാൽ മേധാവിയെ നേരത്തെ തന്നെ പുറത്താക്കാമെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ഖത്തറിൻ്റെയും നേതാക്കളും തമ്മിലുള്ള നിയമവിരുദ്ധ ബന്ധങ്ങളെക്കുറിച്ച് ഇസ്രായേലിൻ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് ക്രിമിനൽ അന്വേഷണം നടത്തി വരുന്നുണ്ടായിരുന്നു. ഈ അന്വേഷണമാണ് നെതന്യാഹുവും ഷിൻബെറ്റ് മേധാവി റോൺ ബാറും തമ്മിൽ അസ്വസ്ഥത നേരിട്ടിരുന്നത്. ഇതാണ് പെട്ടെന്നുള്ള ബാറിൻ്റെ മാറ്റത്തിനുള്ള കാരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യത്തെയോ പൗരന്മാരെയോ ശ്രദ്ധിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ ഏറ്റവും അപകടകാരിയ ശത്രു ബെഞ്ചമിൻ നെതന്യാഹു ആണെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ മറ്റൊരു വിമർശകനായ അന്റോണി ജനറൽ ഗാലി ബഹർ മീരയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിക്കുവാൻ ഞായറാഴ്ച മന്ത്രിസഭ വിളിച്ചുകൂട്ടുന്ന നെതന്യാഹുവിൻ്റെ നടപടി സ്വേച്ഛാധിപത്യമാണെന്ന് ചില ഇസ്രായേലികൾ വിമർശിക്കുന്നുണ്ട്. അതേസമയം അറ്റോർണി ജനറലിനെ പുറത്താക്കലിനെതിരെ ഞായറാഴ്ച ഇസ്രായേൽ പാർലമെൻറ്റായ നെസറ്റിന് പുറത്തും ജെറുസലേമിലെ പ്രധാനമന്ത്രിയുടെ സ്വകാര്യ വസതിക്ക് സമീപവും പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം.